Hello, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഇൻട്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു അല്ലെ? കുഴപ്പമൊന്നുമില്ലാതെ ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തു. Good afternoon, ma'am. Yes, ma'am. അപ്പോ എങ്ങനെ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയോ? Yes. കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആയിട്ട് അല്ലേ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ നമ്മളിങ്ങനെ എവിടെ വരെ പറഞ്ഞു നിർത്തി? എന്തെങ്കിലുമൊക്കെ അവിടെ കുറച്ച് പറഞ്ഞു നിർത്തിയായിരുന്നോ അല്ലെ? ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങളൊന്ന് പറയാമോ? ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് എന്താണ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു നിർത്തിയതിനെ കുറിച്ചൊന്ന് പറയാമോ? പറയാം. ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. റെക്കോർഡ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. Ma'am, last ക്ലാസ്സിൽ എടുത്തത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആയിരുന്നു. ഓക്കെ. ഇന്ത്യൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ. അപ്പൊ അതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു. അതായത് നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി എന്ന് മനസ്സിലാവും. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് ഏർലി ഇയേഴ്സിൽ നമുക്ക് പറയാം ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ടെമ്പിൾ അല്ലെ, നമ്മുടെ എന്താണ് നമ്മുടെ മതപരമായിട്ട് അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന പ്ലേസുകളാണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടൊക്കെ തിരഞ്ഞെടുത്തതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, അതൊക്കെ എന്താണ് അവർക്കൊരു ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹുറാബി കോഡ് അത് അവരുടെ ആ ഒരു ഭരണത്തിനുമായി ബന്ധപ്പെട്ട ഒരു കോഡാണ്. ആ കോഡ് വെച്ചിട്ടാണ് ഇവരൊരു ഫോളോ ചെയ്തത്. അതായത് എന്തെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ തന്നെ അവർക്കതൊന്നും എന്താണ് എന്തിനെ മുൻനിർത്തി വേണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ് ബാബിലോണിലെ എന്താണ് സമ്മർ എന്ന പ്ലേസിലാണ് ആദ്യമായിട്ട് പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്തത് എന്ന് പറഞ്ഞു. പിന്നെ തന്നെ എന്താണ് ഫാദർ ഓഫ് മെഡിസിൻ, അദ്ദേഹത്തിന് അതായത് ഹിപ്പോക്രാറ്റിന് ഫാദർ ഓഫ് മെഡിസിൻ വിശേഷിപ്പിച്ചു. അതിന്റെ വിശേഷണം കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം എന്താണ് ലോജിക്കലായിട്ടാണ് നമുക്കറിയാം രോഗങ്ങളൊക്കെ വരുന്നത് ഈ എന്താണ് നമുക്കറിയാം കാലാവസ്ഥ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുന്നതിന് കാരണം എന്താണ് നമ്മുടെ മതപരമായ ഇതുകൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ദേവിയുടെ അതുകൊണ്ടോ എന്താ പറയുക കോപം കൊണ്ടോ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലോജിക്കൽ ഐഡിയയാണ് ഹിപ്പോക്രാറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് എന്താ ഫാദർ ഓഫ് മെഡിസിൻ നമ്മൾ അംഗീകരിക്കുന്നത്. റോമൻ ഹോസ്പിറ്റൽസ്, അറേബ്യൻ ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇന്ത്യൻ ഹോസ്പിറ്റൽ നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലിനെ കുറിച്ച്, അതായത് അശോകന്റെ സുവർണ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയത്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ശസ്ത്രക്രിയയും അല്ലെങ്കിൽ സാനിറ്റൈസേഷനൊക്കെ ഇവിടെ ആരംഭിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മള് ബുദ്ധയുടെ കാലഘട്ടത്തിന്റെ അതനുസരിച്ച് എന്താണ് പാവപ്പെട്ടവർക്ക് നിരാലംബരായ വ്യക്തികൾക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങളെല്ലാം വിധിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾ കുഴപ്പമില്ല അല്ലെ? ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ, അതായത് പുതിയതായിട്ടൊക്കെ ഏരിയകളൊക്കെ തുടക്കം കുറിച്ച് തന്നതാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്താ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് മ്യൂട്ടാക്കിയിട്ടുണ്ട്. കാരണം ആരെങ്കിലും അറിയാതെയാണെങ്കിലും ഓണാക്കിയാൽ എല്ലാവർക്കും ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും ലാസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അൺമ്യൂട്ടാക്കി. അപ്പൊ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതുവരെ നമ്മൾ കണ്ടു. പിന്നെ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് അതിനെ കുറിച്ച് അത് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഹോസ്പിറ്റൽ അപ്പൊ നിങ്ങൾ അത്യാവശ്യം ജസ്റ്റ് വായിച്ചു പോണോട്ടോ എല്ലാ ക്ലാസ്സുകളും. കാരണം ഒന്നിച്ച് കുറെ ഇതുകളാവുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ കൈകളിൽ ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു തന്നെ പോവുക.
അല്ലെങ്കിൽ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ലെക്ചർ നോട്ട് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറുകയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും, ഒപ്പം മെമ്മറിയിൽ അത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എടുക്കേണ്ട നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് ആണ്. എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പിൽ ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺ. അതായത് യൂറോപ്യൻ ആയിട്ടുള്ള പ്ലേസുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളർന്നു വന്നു. അതിനെന്താണ് റീസൺ, കാരണങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നു, പോപ്പ് ഇന്നസെന്റ് തേർഡ് ഇൻ 198 advised and pursued wealthy Christians to build hospitals in every town. ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള ഒരു തലവനാണ് എന്ത് പോപ്പ്. അദ്ദേഹം മാർപ്പാപ്പ എന്താണ് തേർഡ് മാർപ്പാപ്പ എന്താ അഡ്വൈസ് ചെയ്തു, എല്ലാവരും ഉപദേശിച്ചു. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. എന്ത് വെൽത്തി ആയിട്ടുള്ള ക്രിസ്ത്യൻസിന്, സമ്പദ് വ്യവസ്ഥ കൂടുതലായിട്ടുള്ള കൈകളിലുള്ള ക്രിസ്ത്യൻസിനോട് ഹോസ്പിറ്റലുകൾ ടൗണുകളിൽ നിർമ്മിക്കാനായിട്ട് അഡ്വൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. യൂറോപ്യൻ കൺട്രികളിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ വർദ്ധിക്കാൻ കാരണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോപ്പ് ഇന്നസെന്റ് തേർഡ് ഇൻ 198 advised and pursued wealthy Christians to build a hospital in every town. Then second one, increased revenues were made available from the commerce with the hoarders. ഇൻ കോൺട്രാസ്റ്റ്, അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരിശുയുദ്ധം അതൊക്കെ ക്രിസ്ത്യാനിറ്റിയിലുള്ളതാണ്. അപ്പൊ അതില് ആ ഒരു ടൈമുകളിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വരുമാനങ്ങൾ വർദ്ധിച്ചു. എങ്ങനെയാ? ഈ കമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഇവരുടെ കൈകളിൽ എന്താണ് ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇതില് രണ്ട് പേരുടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഉപദേശിക്കുക, കുറച്ചുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക. അങ്ങനെ രണ്ട് മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹം പോപ്പാണ്, അദ്ദേഹം എന്താണ് തലവനാണ്, ക്രിസ്ത്യാനിറ്റിയുടെ തലവനായിട്ട് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം വെൽത്തി ക്രിസ്ത്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ക്രിസ്ത്യൻസിനോട് ഉപദേശിക്കുകയും അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുകയും ചെയ്തു. എന്താണ് അവരോട് പറഞ്ഞത്? ഹോസ്പിറ്റൽസിന്റെ എവറി ടൗൺ, എല്ലാ ടൗണുകളിലും നിങ്ങൾ ഹോസ്പിറ്റൽസ്, അതായത് അവരുടെ കയ്യിൽ സാമ്പത്തികമുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൗണുകളിൽ എന്താ പറയുക ഹോസ്പിറ്റൽസുകൾ അല്ലെങ്കിൽ എന്താ ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ പണിയാനായിട്ട് അവരോട് ഉപദേശിച്ചു അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ചു എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? ക്ലിയർ എന്ന് പറയുന്നുണ്ട്. സംതിങ്ങോ എന്തോ നെറ്റ് ഇഷ്യൂ ആണോന്ന് അറിയില്ല. പതറുന്നുണ്ടെന്ന് പറയുന്നു. മലയാളത്തിൽ പറയാമോ? മലയാളത്തിലല്ലേ ഞാൻ പറയുന്നത്. അതായത് മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഫുള്ളി ഇംഗ്ലീഷിലല്ലല്ലോ യൂസ് ചെയ്യുന്നത്. നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. ക്ലിയർ ആണെന്ന് പറയുന്നു. എനിവേ എന്താ പറയല്ല, ഞാൻ മിക്സ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൂടുതൽ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാർപ്പാപ്പ ക്രിസ്ത്യൻസിന്റെ മതപരമായ രീതിയിൽ നോക്കാൻ നമുക്കറിയാം, ഹിന്ദുസ് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒക്കെ ഉള്ള ഒരു കൺട്രിയാണല്ലോ. അപ്പൊ ക്രിസ്ത്യാനിസ് ഈ ലോകത്തിലെ തന്നെ കാര്യമാണ് നമ്മൾ കൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പൊ ക്രിസ്ത്യൻസ് ഉള്ള രാജ്യമായതുകൊണ്ട് പോപ്പ് ആ കാലഘട്ടത്തില് എന്താണ് അവരോട് നിർദ്ദേശിക്കുന്നത് കൂടുതൽ സാമ്പത്തികമായിട്ട്. അതാണ് ഞാൻ എല്ലാം മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. വെൽത്തി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തികളോട് എന്താ പറയുന്നത്? അവരോട് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാനായിട്ട് ഉപദേശിക്കുക. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. പർസ്യൂഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ഇതിൽ ഏത് മീനിങ് ആണ് മലയാളം ഇനി വരുന്നത്? പർസ്യൂഡ് മീൻസ് പ്രേരിപ്പിക്കുക. അഡ്വൈസ്ഡ് മീൻ എന്ന് വെച്ചാൽ ഉപദേശിക്കുക. വെച്ചാൽ നിർമ്മിക്കുക. ഓക്കെ, പോപ്പ് ഇന്നസെന്റ് എന്താണ് അവരെ ഉപദേശിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് പണിയാൻ വേണ്ടിയിട്ട് എവരി ടൗണിലും ഓരോ ടൗണുകളിലും അത് ഹോസ്പിറ്റൽസ് പണിയാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. നെക്സ്റ്റ് വൺ പറയുന്നു, ഇൻക്രീസ്ഡ് റവന്യൂസ് വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ദ റൂളേഴ്സ്. അതായത് ഇൻക്രീസ് വർദ്ധിക്കുകയാണ്, അതായത് അവരുടെ വരുമാനം, റവന്യൂ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് അവര് വീണ്ടും ഇത് പണിയാനായിട്ട് എങ്ങനെയാണ് അവരുടെ വരുമാനം വർദ്ധിച്ചെന്ന് പറയുന്നത്? കൊമേഴ്സ്, അവരുടെ വാണിജ്യ ബന്ധം വിത്ത് ദ
ക്രൂഡേഴ്സ്, അതായത് കുരിശുയുദ്ധം. അതൊരു ഹിസ്റ്ററിയാണ്, ക്രിസ്ത്യൻസിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയാണ്, പഴയകാല ഹിസ്റ്ററിയാണ്. അപ്പം അതിൽ കുരിശുയുദ്ധവും അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ വാണിജ്യ ബന്ധത്തിൽ നിന്ന് സംഭവിക്കുന്ന എന്താ, അവരുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോഴും എന്താണ് ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുകൾ, ആതുരാലയങ്ങളൊക്കെ പണിയാനായിട്ട് സന്നദ്ധമാകുന്നു. ഇൻ കോൺട്രാസ്റ്റ്, ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ് construction of effective and efficient hospitals was controlled by the rule and the prudence. അതായത് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഡേഴ്സ് നമ്മൾക്കറിയാം, രണ്ടു കൂട്ടരും ഒരു രാഷ്ട്രീയം തന്നെയാണെങ്കിലും അവർക്ക് മത്സരബുദ്ധി വരും അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയുന്ന നിയമങ്ങള് അല്ലെങ്കിൽ പ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണം നടപ്പാക്കുകയും അവരെ സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തുകയും ചെയ്യും. നല്ല എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമതയുള്ള അല്ലെങ്കിൽ നല്ല കൂടുതൽ ഫലപ്രാപ്തിയുള്ള ഹോസ്പിറ്റലുകളൊക്കെ പണിയണമെന്ന് ഇവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹോസ്പിറ്റലുകൾ കൂടുതലായിട്ട് വളരാനായിട്ട്, അതായത് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമ്മള് ഹോസ്പിറ്റലുകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തില് ജസ്റ്റ് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇവ ഒരുപാട് കാര്യങ്ങളൊന്നും വരില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ആശയം വെച്ചിരിക്കുന്നത്. അപ്പോ ഇതില് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പോലെ തന്നെ ഈ ഹോസ്പിറ്റലില് വീണ്ടും ഹിസ്റ്ററി പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിലെന്താ പറയുന്നത്, ആദ്യത്തെ പോയിന്റിൽ പറയുന്നു പോപ്പ് ഇന്നസെന്റ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു ഒരു യുദ്ധം, ക്രൂഡേഴ്സിന്റെ കൃഷിയുദ്ധക്കാരും വാണിജ്യ ബന്ധങ്ങളും ഇതെല്ലാം വരുമ്പോൾ റവന്യൂ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എല്ലാം പ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അല്ലെങ്കിൽ ആ നിയമത്തിന്റെ അടിച്ചമർത്തൽ കൊണ്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഇവർക്ക് ആ പീരിയഡുകളിലെല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ തുടങ്ങേണ്ടതായിട്ട് വന്നു. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അത് ഹിസ്റ്ററിയാണ്. നമ്മൾ എന്താ പറയണ ആ എഴുതി വെച്ചേക്കണ ലേബലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ ആ കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങൾ അങ്ങനെ അതെന്തോ ആണോ അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നമുക്ക് ക്ലാസ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ നെക്സ്റ്റ് വീണ്ടും എന്താ പറയുക, റിനൈസൻസ് ഏജ്, നമ്മുടെ നവോത്ഥാന കാലഘട്ടം. ഓക്കെ, നവോത്ഥാന കാലഘട്ടത്തിൽ എന്താ പറയുന്നത്, the Renaissance period lasted from the 14th to the 16th centuries. Toward the end of the 15th century, many cities and towns supported some kind of institutional health care. അതായത് നവോത്ഥാന കാലഘട്ടത്തിൽ നമുക്കറിയാം, നവോത്ഥാനം എന്താണ് സംഭവിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്താ സംഭവം, 16th ആയിട്ടുള്ള 14th ആയിട്ടുള്ള സെഞ്ചുറീസിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റികളിലും ടൗണുകളിലും എന്താണ് സം കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് കെയറുകളെല്ലാം സ്ഥാപിച്ചു തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പഴയ കാലഘട്ടത്തില് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല, എന്താണ് ശുശ്രൂഷിക്കുന്ന വേണ്ടിയിട്ട്. പിന്നീടാണ് നമ്മൾക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വളർന്നു വന്നത്. അത് തന്നെയാ പറയുന്നത് ഈ കാലഘട്ടം ആയപ്പോഴേക്കും എന്താണ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഒക്കെ വളർന്നു വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, തന്നെ മോഡേൺ പീരിയഡ്, ഇന്നത്തെ ആധുനിക കാലഘട്ടം. ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താ സംഭവം, ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. അതായത് അമേരിക്കയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ വന്നു. അതെവിടെയാണ്, ഫിലഡൽഫിയയിലാണ്, ആ ഒരു പ്ലേസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റലാണ്. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ പൊതുമേഖലാ തലത്തിൽ മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ സംവിധാനം, പ്രൈവറ്റൈസേഷനും പബ്ലിക്കിന്റെയും അതേപോലെ തന്നെ ഇപ്പൊ ഇൻഷുറൻസ് മേഖലയും എല്ലാം കൂടി ഒന്നിച്ചാണ് ഹോസ്പിറ്റലൊക്കെ റൺ ചെയ്തു പോകുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ഈ കോർപ്പറേറ്റ് അതായത് പൊതുമേഖലയും അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ഒക്കെ കൂടിയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ അവിടെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ളത്. Then massive government involvement in healthcare began in 1926 with the return of war heroes from World War I. അതായത് നമുക്കറിയാം എന്താ കൂടുതലായിട്ട് നമ്മൾക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് അപകടങ്ങൾ കൂടുതലൊക്കെ വരുന്നതനുസരിച്ചാണല്ലോ രോഗത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷന്റെ ഒക്കെ ആവശ്യകത വരുന്നത്.
അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മാസി കൂടുതലായിട്ട് ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇൻവോൾവ്മെന്റ് നടത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്, ആ ടൈമില് അല്ലെങ്കിൽ അതിനോട് ശേഷമാണ്, അതിനോടനുബന്ധിച്ചാണ് കൂടുതലായിട്ട് ഗവൺമെന്റ് ഈ ഹെൽത്ത് കെയറിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തത് അല്ലെങ്കിൽ അതിലേക്ക് പരിഗണന കൊടുത്തു തുടങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഹിസ്റ്ററിയാണ്. അപ്പൊ നമ്മൾ എന്താ പറയണ ഓരോ ടൈമുകൾ നോട്ട് നമ്മള് ലെക്ചർ നോട്ട് കണ്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. നോട്ട്സ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്തായാലും റിപ്പീറ്റേഷൻ ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ക്യാച്ച് ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരുമ്പോഴാണ് നോട്ട് എഴുതി പോവാന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ നിങ്ങൾക്ക് പ്രിന്റിംഗ് നോട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ മുകളിൽ എഴുതി പോകാനാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് പുതിയ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. ചിലരുടെ കയ്യിലുണ്ട്, ചിലരുടെ കയ്യിലില്ല. മാക്സിമം നിങ്ങൾ ഇത് കളക്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശം. കാരണം അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പോകാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് അത് വായിച്ചു പോകാൻ സാധിക്കും. ഒപ്പം നിങ്ങളുടെ മൈൻഡിലേക്കും അത് കയറും. പൊതുവേ ഇത്രയും വരെയുള്ള ഈ ക്ലാസ്സുകളിലെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇത് ന്യൂ ബാച്ച് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ PDF എത്തിയിട്ടില്ല എന്നുള്ളത് അറിയില്ല എന്താന്ന്. ക്വസ്റ്റ്യൻസ് പൊതുവേ ഞങ്ങൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പൊ 3 മാസത്തിനുള്ളിൽ കുറച്ച് ഇങ്ങനെ നമുക്കിങ്ങനെ പേപ്പേഴ്സ് പഠിപ്പിക്കാനുള്ള പോർഷൻസ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു 3 മന്തിനുള്ളിൽ ഇത്രയും പേപ്പേഴ്സ് തീർക്കണമെന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. അതിനുശേഷം വീണ്ടും 6 മന്ത് ആവുമ്പോൾ ഇത്ര പേപ്പേഴ്സ്, അങ്ങനെയാണല്ലോ നിങ്ങൾക്കുള്ള 10 മന്തിനുള്ളിൽ പേപ്പേഴ്സ് തീർക്കാനുള്ള ഒരു ഡീവിയേഷൻ അനുസരിച്ച് ഞങ്ങൾ ഏൽപ്പിച്ചേക്കും. അപ്പൊ ഞങ്ങൾ ഏൽപ്പിച്ചേക്കുന്ന പേപ്പേഴ്സ് ഞങ്ങൾ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു മാക്സിമം ഒരു മിനിമൈസ് ഇതിന് നിങ്ങൾ എത്ര തീർക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ. ഓക്കെ, ഷോർട്ടായിട്ടാണ് എഴുതി വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ ഇതില് പ്രധാനമായിട്ടും ഉള്ള ഒരു പോയിന്റ് ഈ ഒരു ടോപ്പിക്കിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്നും ഡൗട്ട് അതാണ്. അതായത് മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് എന്തായാലും മോഡൽ എക്സാം ഉണ്ടാകും. അതിനുശേഷമൊക്കെ ആയിരിക്കും ഫൈനൽ എക്സാം. സാധാരണ എന്താ പറയുന്നത്, ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് പേപ്പർ വൈസ് എക്സാം ഉണ്ടാവും, പിന്നെ മോഡൽ എക്സാം ഉണ്ടാവും, പിന്നെ ഫൈനൽ എക്സാം. അങ്ങനെയൊക്കെയാണ്. നിങ്ങളോട് നേരത്തെ അതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തന്ന് കാണും അല്ലെ? ഈ എക്സാമുകൾ നിങ്ങളുടെ ഈ മോക്ക് ടെസ്റ്റ് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോ അത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇതാണ് സംഭവം. ഞാൻ എന്തായാലും ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാൻ എനിക്ക് വിഷയമില്ല. നമുക്ക് എന്താ ഇന്ന് കുറച്ച് ഇഷ്ടപ്പെടുത്ത ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയല്ല, അതായത് ഹിസ്റ്ററി ആയതുകൊണ്ട് തീർന്നു പോക്കോളും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വിഷയം. അതായത് നമ്മുടെ പോർഷൻസ് തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിഷയം. ഞങ്ങൾ ഓടിച്ചിട്ട് പോകും ലാസ്റ്റ് ക്ലാസ്സുകളെല്ലാം. ഇതെന്ന് പറഞ്ഞ ഹിസ്റ്ററിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെയും കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് കുറെ ഇതിൽ വരുന്ന നിങ്ങളുടെ 2-3 പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യില് ചിലരുടെ കയ്യിലൊക്കെ നോട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ചില ചാപ്റ്റേഴ്സ് ഇവിടെക്കണം 1, 2, 3 പേപ്പറൊക്കെ ഉള്ളൂ. അതോടുകൂടി ആ ചാപ്റ്റർ തീരും. അപ്പൊ ഈ കൂടുതലുള്ള പോർഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് പറയാന്ന് പറയുന്നത്, തിരിച്ച് പറയാന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്കെങ്കിലും എത്തിക്കണമല്ലോ. അതാണ് വിഷയം വരെ. അപ്പൊ നമ്മൾ ഇച്ചിരി ഒരു ഫാസ്റ്റിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിവേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനേ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോയതിന് കുഴപ്പമില്ല. എങ്ങനെയായാലും നമുക്ക് വിഷയമില്ല. PDF നിങ്ങൾ പ്രിന്റ് ചെയ്താലും എനിക്ക് തോന്നുന്നു വിഷയമില്ലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതിയല്ലോ. എക്സാം നമുക്ക് പഠിച്ചാൽ തീരുമോ? അത് എങ്ങനെ എടുത്താലും നമുക്ക് വിഷയം ഉണ്ടാവില്ല. നോട്ട്സ് ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ പ്രിന്റ് ആണ് വേണ്ടത്. അതിന്റെ മുകളിൽ മീനിങ്സ് എഴുതി പോവുകയാണ് നിങ്ങൾക്ക് എളുപ്പം. പൊതുവെ കഴിഞ്ഞ മറ്റ് ക്ലാസ്സുകളിലെല്ലാം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആ കുട്ടികൾ ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ സാധിക്കണം. അതാണ് എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളോടൊപ്പം തന്നെ വായിച്ചു പോകാനും മീനിങ് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. ഓക്കെ, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെറിയ ഷോർട്ടായിട്ട് എഴുതുന്നവർക്ക് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ 1-2 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. എന്നാലും എനിക്കൊരു എന്താ പറയണ ഇത്രയും ഇന്ന ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ എത്രത്തോളം തീർക്കാന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. തീർക്കാനുള്ള ഒരു സാവകാശം നിങ്ങൾ എന്താ പറയണ നിങ്ങൾ കൂടി
പോസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോ എന്താണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? അതായത് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഏജ് അല്ലെ, ഇതില് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മിഡിൽ ഏജ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോപ്പിന്റെ ഒരു അഡ്വൈസ് പറഞ്ഞു, രണ്ടാമതായിട്ട് കൊമേഴ്സ് ആയിട്ടുള്ള വാണിജ്യ ബന്ധം കൊണ്ട് എന്താണ് റവന്യൂ വർദ്ധിച്ചത് കൊണ്ട് കൂടുതൽ ഹോസ്പിറ്റലിൽ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഈ പീരീഡ് 14th അല്ലെങ്കിൽ ആ പീരീഡിനെ കുറിച്ചിട്ട് റിനൈസൻസ് പീരീഡ്, നവോത്ഥാന കാലഘട്ടത്തില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനി സിറ്റീസിലും ടൗണുകളിലെല്ലാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് കെയറുകളെല്ലാം സ്ഥാപിച്ചു തുടങ്ങി എന്നുള്ള കാര്യമാണ്. പിന്നെ ഫോർത്ത് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡില് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലില് അത് പ്രധാനമായിട്ട് വളരാൻ തുടങ്ങി. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു സിമ്പിൾ ആൻസർ ആയിരുന്നു അല്ലെ, 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ ക്യാച്ച് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേർഡുകൾ നിങ്ങൾ ഈ ഓരോ പാരഗ്രാഫിൽ ക്യാച്ച് ചെയ്യുക. അതായത് അത് ഞങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. എനിവേ മനസ്സിലാക്കി പോകണം. എന്തായാലും നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണല്ലോ, മനസ്സിലായിട്ട് പോകണമല്ലോ. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? പെൻസിലാവിയ ഹോസ്പിറ്റലാണ്. അത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഏത് ടൈമിലാണ് കൂടുതലായിട്ട് ഹോസ്പിറ്റൽ ഇവിടെ വന്നതെന്നുള്ളത് പോയിന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? 1926 ഫസ്റ്റ് വേൾഡ് വാറിനോട് അനുബന്ധിച്ചാണ് ഗവൺമെന്റ് കൂടുതലായിട്ട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്യാലോ? ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യ സെൻച്വറി പ്രീ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതിലെന്താണ് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യന്റെ കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. നമ്മൾ കണ്ടു എന്താണ് ആദ്യം എങ്ങനെയാണ് നമ്മുടെ സിക്ക് അല്ലെ, രോഗം വരുന്ന പേഷ്യൻസ്, സിക്ക് എന്ന് വെച്ചാൽ രോഗികള്, അവരെല്ലാം എന്താണ് എങ്ങനെ കൺസിഡർ ചെയ്തത്, പരിഗണിച്ചത്? അവരെല്ലാം എന്താ ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റൂളേഴ്സ് ആത്മീയമായിട്ട് എന്തെങ്കിലും കൊണ്ട് സംഭവിച്ചതാന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് കാലത്ത് അല്ലെ. അതുകൊണ്ട് തന്നെ അവര് നമ്മുടെ മതപരമായ ആചാരങ്ങളും കാര്യങ്ങളും സേവനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. Provision of institutional care to the sick was considered as a provisional as വായിക്കാം. Okay. Provision of institutional care to the sick was considered as a professional and spiritual by early rulers. Okay. അപ്പോ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, മതപരമായിട്ടൊക്കെ ഉള്ള രീതിയിലായിട്ടുള്ള ശുശ്രൂഷ. അപ്പൊ അവരെല്ലാം എന്താണ് ആ കാലഘട്ടത്തിലെ രോഗത്തിനെയും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇതന്നെ സെക്കൻഡ് വൺ പറയുന്നു. Atreya, the first Indian physician and teacher who lived in the University of Takshashila. നമ്മൾ നേരത്തെ ഹിസ്റ്ററി ക്ലാസ്സുകളല്ലേ, കേരളത്തിലെ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. PSC-ക്ക് ഒരുക്കുന്നവർ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ആത്രേയ മഹർഷിയെ കുറിച്ചുണ്ട്. അദ്ദേഹം ആരാന്ന് പറയുന്നത്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ഫിസിഷ്യൻ എന്ന് പറയുന്നു. അദ്ദേഹം എവിടുത്തെ ടീച്ചറായിരുന്നു? ഇവിടെ എന്താ പറയുക, ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശിലയിലെ എന്താണ് ഒരു അധ്യാപകനായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. ആരാന്ന് ചോദിച്ചാൽ ആത്രേയ അല്ലെ. ആത്രേയ എന്ന കാര്യം ഓർത്തു വെക്കുക. പിന്നെ തേർഡിൽ പറയുന്നു സുശ്രുത 6th century BC സർക്ക 200 AD. ഇതൊക്കെ നമ്മള് ഹിസ്റ്ററിയാണ്, അതായത് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞു പോയി. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ജസ്റ്റ് ഉള്ള അറിവിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി സുശ്രുതയെ കുറിച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട്. സുശ്രുത എന്താണ് അവരെ പറയുന്ന പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് എന്താന്ന് നോക്കാം. ഫാദർ ഓഫ് സർജറി, അദ്ദേഹമാണ് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ വ്യക്തി അല്ലെ, ഫാദർ. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സുശ്രുത. ആരാണ് അദ്ദേഹം? ഫാദർ ഓഫ് സർജറി. സുശ്രുത ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation സുധാര സംഹിത. അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിന്റെ പേരാണ്, അതാണ് ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സുശ്രുത സംഹിത, സുശ്രുത സംഹിത എന്ന് പറയുന്ന ഒരു പ്രബന്ധം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതിലാണ് എന്താണ് ഈ സർജറിയുമായിട്ടുള്ള ഓപ്പറേഷന്റെ ടെക്നിക്സ് എല്ലാം ഇന്നത്തെ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇത് ക്യാച്ച് ചെയ്തിട്ടാണ് ബാക്കി താഴെയുള്ളവരെല്ലാവരും എന്താ പറയുക ഇയാളെയാണ് ഫോളോവേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ഇതിന്റെ അറിവ്, ഈ അറിവ് എന്തിൽ നിന്നാണ് കിട്ടിയെന്ന് പറയുന്നത്? ശുശ്ര സംഹിത എന്ന പ്രബന്ധത്തിന്, ശുശ്ര സംഹിത എന്ന പ്രബന്ധത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നോളജ് ഒക്കെ ഉള്ളത്. അത് ആരാണ്? ഫാദർ ഓഫ് സർജറി ആരാണ്? സുശ്രുത. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സുശ്രുത ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആത്രേയ ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. അതേമാതിരി തന്നെ അദ്ദേഹം എവിടെ ജീവിച്ചത്? തക്ഷശിലയിലായിട്ടെന്ന് പറഞ്ഞു. സുഷിര സംഹിത, ഓക്കെ. സുഷിര സംഹിത PSC പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കൂടുതലും കൂടി വിവരിക്കാനായിട്ട് പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. ഇതിലെല്ലാം പറയുന്നത് അതൊക്കെ തന്നെയാണ്. ചർക്ക എന്ന് പറയുന്നതും ഇതേമാതിരി തന്നെ PSCയിൽ സുഷിര സംഹിത എന്ന് പറഞ്ഞ പ്രബന്ധം അത് ആരെയാണ്? സുശ്രുതയുടെയാണ്. പിന്നെ ചർക്ക അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഇതേപോലെ തന്നെ വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ടു ആയുർവേദ. ഇദ്ദേഹം എന്തിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്? ആയുർവേദ. നമുക്കറിയാം ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇതുകളുണ്ട് അല്ലെ, ഇതുകളുണ്ട്. ഇതൊക്കെയാണ് ആയുർവേദമുണ്ട്, യുനാനി ഉണ്ട്, യോഗയുണ്ട്, അതേപോലെ തന്നെ അലോപ്പതി ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വൈദ്യ ശുശ്രൂഷകളെല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഫാദർ ഓഫ് ആയുർവേദ അല്ലേ? അതെ, അദ്ദേഹം തന്നെയാണ്, ആയുർവേദ ആണ്. ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് മെസ്സേജ് വായിച്ച് ക്ലിയർ ഔട്ട് ചെയ്യാനായി സാധിക്കുള്ളൂ. നമുക്ക് എന്താ പറയുക വോയിസിലൂടെ. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം എന്താണ്? ഫാദർ ഓഫ് ആയുർവേദ കോൺട്രിബ്യൂട്ടർ ആണ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക. എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യയിലെ എന്താണ് മെഡിസിൻസ്, ആയുർവേദ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം നടത്തിയത് ആരാണ്? ചരക്ക്. അദ്ദേഹം ഈസ് നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റ്സ് നെയ്മഡ് ചരക്ക സംഹിത. അതിലും ഇതേമാതിരി ചരക്ക് സംഹിത എന്നുള്ള ഒരു പ്രബന്ധത്തിലാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ. വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദത്തിന്റെ ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് എന്ത്? ചരക്ക് സംഹിത എന്നുള്ളത്. ഓക്കെ, ഇത് ഹിസ്റ്ററിയാണ്. അപ്പോ അതായത് നമ്മളുടെ ആ ഒരു ഇതുകള്, നമ്മുടെ പഴയകാല അറിവ്, ചരിത്രം, നമ്മളുടെ ആ അറിവുകളിലാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നോട്ട് ചെയ്തേക്കുന്നത്. ഇനി വീണ്ടും പറയുന്നുണ്ട് can be traced back to Buddha and Ashoka 273-232 AD. അതായത് ബുദ്ധന്റെയും അശോകന്റെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, അശോകന്റെ ആ കാലഘട്ടത്തില്, സുവർണ കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റലൊക്കെ ഇത് ചെയ്ത് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതേമാതിരി ബുദ്ധ എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. കാരണം അവര് നമ്മളെ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഇവിടെ പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട്, അതായത് നിരാളംബരും ആരാരും ഇല്ലാത്തവർക്കൊക്കെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്തത് ആരാണ്? ബുദ്ധയാണ് സ്ഥാപിച്ചു കൊടുത്തത്. അപ്പൊ അതും ഇവിടെ പറയുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക 273 and 232 AD. During Ashoka region, principles of hygiene were followed and C-section. നമ്മളറിയാം, നേരത്തെ പറഞ്ഞായിരുന്നു C-section സിസേറിയൻ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം നടപ്പാക്കി തുടങ്ങിയത് അശോകന്റെ കാലഘട്ടത്തിലാണ്, സുവർണ കാലഘട്ടത്തിലാണ്.
റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് അതാരാന്ന് ചോദിച്ചാൽ അതാരായിരിക്കും? ബുദ്ധയാണ് ഈ നിരാലംബരായ വ്യക്തികൾക്കെല്ലാം ഹോസ്പിറ്റൽ സൗകര്യം ഒരുക്കി കൊടുത്തത്. then അക്ബേഴ്സ് പീരീഡ്, അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ അല്ലെ. യുനാനി മെഡിസിന്റെ പ്രത്യേകത എന്താ? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെ. അവര് ഉദ്ദേശിക്കുന്നത് ഇന്ത്യന്റെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ഇന്ത്യന്റെ ഭക്ഷണത്തിലെ കൺട്രോൾ അല്ലെങ്കിൽ ദഹന പ്രക്രിയക്കുള്ള ഇതനുസരിച്ചിട്ടാണ് അസുഖങ്ങൾ വരുന്നത്. അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണെന്നൊക്കെയുള്ള ആ ഒരു ഒബ്സർവേഷൻ ആണ്, ആ ഒരു രീതിയാണ് യുനാനി മെഡിസിൻ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ വൈദ്യസഹായമുണ്ട്. അപ്പൊ അവർക്ക് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളും പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അതനുസരിച്ച് കൺട്രോൾ ചെയ്തു. ഇപ്പൊ നമ്മുടെ ആയുർവേദത്തിലാണെങ്കിൽ എന്താണ് നമുക്ക് പറയാം, വാദം, പിത്തം അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ കൺട്രോളബിൾ ആയാൽ മാത്രമേ മെഡിസിൻസ് അല്ലെ നമ്മുടെ അസുഖങ്ങളെല്ലാം 8th പോയിന്റ് ഒന്ന് പറയാം. അപ്പൊ അസുഖങ്ങളെല്ലാം വരുന്ന ആയുർവേദ ട്രീറ്റ്മെന്റില് അതാണ് പറയുന്നത്. യുനാനിയില് ഇന്ന രീതിയിലാണ്. അപ്പൊ അത് ഏത് കാലഘട്ടത്തില്? അക്ബറിന്റെ കാലഘട്ടത്തിൽ. ഇവിടെ 8th പോയിന്റ് റീജിയണൽ ഹോസ്പിറ്റൽ പോകാ ഇൻഫം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇത് അല്ലെ ആ കാലഘട്ടത്തിന്റെ കാര്യമാണ് അതിൽ പറയുന്നത്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത്? നമ്മുടെ നിരാലംബരായ വ്യക്തികൾ അല്ലെ, അവർക്ക് ശരിക്കും പറഞ്ഞ അഗതികള് അല്ലെങ്കിൽ ദുർബലരായവർ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗതികള്, പിന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലരായ ഈ വ്യക്തികൾക്കെല്ലാം എന്താണ് അവർക്കുള്ള ശുശ്രൂഷാലയങ്ങൾ പണിത് കൊടുത്തതാണ് ബുദ്ധൻ. അതാണ് പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റൽസ് അവർക്ക് വേണ്ടി പ്രത്യേകം അവരെ ശുശ്രൂഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പണിത് കൊടുത്തതാണ്. അതാണ് 8th പോയിന്റില് വിവരിക്കുന്നത്. ദെൻ അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻസ് പറഞ്ഞത് യുനാനി മെഡിസിനെ കുറിച്ചിട്ടൊന്നും വിവരിക്കുന്നില്ല, എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കാണ് അവരുടെ മെഡിസിൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരുദ്ദേശിക്കുന്ന ഭക്ഷണക്രമങ്ങളിൽ നിന്നാണ് കൂടുതൽ രോഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ദഹന പ്രക്രിയ കറക്റ്റ് ആവാതിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട യുനാനി മെഡിസിൻസ് അക്ബറിന്റെ പീരീഡിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആത്രേയ മുനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആത്രേയ മഹർഷിയാണോ അങ്ങനെ എന്തായാലും അദ്ദേഹം ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ്. അതേപോലെ തന്നെ സുശ്രുതയും ചരക്കയും കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഫാദർ ഓഫ് സർജറി ആണ് സുശ്രുത. അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേരാണ് സുഷിര സംഹിത അല്ലെ, സുഷിര സംഹിത എന്നുള്ളത് പറഞ്ഞു. അതേമാതിരി തന്നെ ചരക്ക് എന്താ പറഞ്ഞത്? ചരക്ക് സംഹിത അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേരാണ്. അതായത് അതിലാണ് അതുമായി ബന്ധപ്പെട്ട സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത്. അതേപോലെ തന്നെ ആയുർവേദത്തിൻ്റെതായ കുറെ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പ്രബന്ധത്തിലുണ്ട്. അദ്ദേഹമാണ് ആയുർവേദത്തിന്റെ പിതാവെന്നും അറിയപ്പെട്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതില് ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ് അതിന്റെ കാര്യങ്ങൾ ആ ടൈമിലുള്ള കുറച്ച് ഹോസ്പിറ്റൽ വിശേഷങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അറിഞ്ഞിരിക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പേരുകൾ. ഓക്കെ, നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, 17th സെഞ്ചുറി. ഇതിലെന്താണ് 17th സെഞ്ചുറിയിൽ എന്താണെന്ന് നോക്കാം. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷനറീസ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് സൗത്ത് ഇന്ത്യയുടെ തെക്ക് മേഖലകളിലെല്ലാം എന്താണ് ക്രിസ്ത്യൻസിൻ മിഷനറിമാര് വന്ന് അവിടെ കുറെ എന്താണ് മോഡേൺ സിസ്റ്റത്തിലുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി തുടങ്ങി. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി established first hospital in 1664 in Chennai for its soldiers and in 1668 for civilians. അതായത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യക്ക് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ആദ്യകാല ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1664 അത് ചെന്നൈയിലാണ്. അതേപോലെ തന്നെ അത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സോൾജേഴ്സ് പട്ടാളക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആന്റിന് 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട് 1668 ഇൻട്രൊഡ്യൂസ് ചെയ്തു. Then constant growth during the 18th and early 19th century. അതായത് അതിന്റെ വളർച്ച എന്ന് പറയുന്നത് 18th 19th ഒക്കെ ആയപ്പോൾ
ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത ഇൻ 1835. അതായത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയില് കൽക്കത്തയില് 1835 നമ്മുടെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി. മുംബൈ 1845 ആൻഡ് ചെന്നൈ 1850. 1845 മുംബൈയിലും ചെന്നൈയിലും 1850 എന്താണ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി. ആദ്യമായിട്ട് കൽക്കത്തയിലാണ് 1835, മുംബൈയിലാണെങ്കിൽ 1845, ചെന്നൈയില് 1850. നിങ്ങൾക്ക് ക്ലാസ് റൂമില് എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ? അറിയില്ലേ? നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ അല്ലേ? മെസ്സേജ് അയക്കും. അല്ല, ഞാൻ പറയാൻ കാരണം ചിലർക്ക് ഇങ്ങനെ നോട്ട് ചിലപ്പോ ഗ്യാപ്പ് ഒക്കെ വന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ലെക്ചർ നോട്ടൊക്കെ എഴുതിയിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും സ്പീഡിൽ പോകാതെ ഓക്കെ നിർത്തിക്കോ. അപ്പൊ ഇത്രയെങ്കിലും സ്പീഡിൽ പോയില്ലെങ്കിൽ ക്ലാസ് അങ്ങനെ കവർ ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ക്ലാസ് വീണ്ടും കേൾക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊന്ന് ഫുള്ളാക്കി ലെക്ചർ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഡൗട്ടുകൾ പക്ഷെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഇതേമാതിരി എങ്ങനെ നോട്ട് ചെയ്താൻ പറ്റുക, നോട്ട് ചെയ്താന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ക്ലാസ് എടുക്കുന്നതിന്റെ നോട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. സാധാരണ പ്രിന്റ് നോട്ടിന്റെ മുകളിൽ നമുക്ക് മീനിങ് ഒക്കെ എഴുതി വെച്ച് ക്ലാസ് നന്നായിട്ട് ചെയ്ത് പോകാനാണ് എളുപ്പം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കയ്യിലില്ലാത്തവരെ സംബന്ധിച്ച് ക്ലാസ് മിസ്സാക്കാനും പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ച് എഴുതിയിട്ട് ഫുള്ളാക്കിയിട്ട് കറക്റ്റ് ഫുള്ളാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് റൂമിലെ ക്ലാസ്സും കൂടിയും കേൾക്കണം. അത് ഫുള്ളാക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു പോകുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റലിനെ 1664 ചെന്നൈയിൽ പറഞ്ഞു. അതേമാതിരി തന്നെ എന്താണ് സോൾജിയേഴ്സിനാണ് 1668 ഫോർ സിവിലിയൻസ്. then കോൺസ്റ്റന്റ് ഗ്രോത്ത്, അതായത് അതിന്റെ വളർച്ചാ നിരക്ക് 19th century 18th century ആയപ്പോൾ എന്താന്ന് പറയുന്നത് പോസ്റ്റ് മെഡിക്കൽ കോളേജിന്റെ രൂപമുണ്ട്. എന്താണ് കൽക്കത്തയിലാണ് 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, മുംബൈയിൽ 1845 ആൻഡ് ചെന്നൈയിൽ 1815 വന്നു. പിന്നെ 1885 1250 hospitals and dispensaries only reaching 10% of the population. അതായത് 1885 ആയപ്പോഴേക്കും 1885 ആയപ്പോഴേക്കും 1250 ഹോസ്പിറ്റൽസ്, അത്രയും ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്, നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പെൻസറികളോ ഹോസ്പിറ്റലുകളോ ഒക്കെ ഫോം ചെയ്തു. എന്തോരം 1250ഓളം ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിസ്പെൻസറീസ് ഒക്കെ ഫോം ചെയ്തു. ഇതിൽ വീണ്ടും പറയുന്ന ഒരു കാര്യം, only reaching 10% of പോപ്പുലേഷന്റെ ഒരു 10% വ്യക്തികൾക്ക് വന്നു പോകാവുന്ന ഹോസ്പിറ്റൽ സൗകര്യം 1885 ആയപ്പോഴേക്കും ആയി. ഓക്കെ, അതിൽ പറയുന്നത് 1885 ആയപ്പോഴേക്കും 10% പോപ്പുലേഷന്റെ 10% ആൾക്കാർക്കും ഈ സേവനം എന്താണ് ഹോസ്പിറ്റലിന്റെ സേവനം ലഭ്യമായി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1250 ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിസ്പെൻസറികളെല്ലാം ആ ടൈമിലൊക്കെ എന്താണ് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ പോയോ? നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലേ? ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടോ? നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് എമർജൻസി ഒക്കെ ഹോസ്പിറ്റലിൽ ഓക്കെ, നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ചെറിയൊരു ചാപ്റ്റർ ആണ് ഹിസ്റ്ററി. അത് വീണ്ടും അതായത് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതിന്റെ എമർജൻസി അല്ല എമർജൻസി അതിന്റെ വരവ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്കുള്ള ഹോസ്പിറ്റലിലെ ഒരു കാര്യങ്ങൾ പറയാണ്. അതിന്റെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ബേസിലാണ്, ഒരു അനുപാത ബേസിലാണ് ഇത് നമുക്ക് ഈ ചിത്രം മനസ്സിലാക്കി തരുന്നുണ്ട്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ, അതായത് ഒരു ബെഡിന് എത്ര 4000 പോപ്പുലേഷൻ, അത്രയും ജനസംഖ്യക്ക് എന്താണോ ഒരു ബെഡ് എന്നുള്ള നിലവിലേക്ക് ആയി ഈ വരവ് ഹോസ്പിറ്റലിന്റെ വരവ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ, ഡോക്ടറിന്റെ പോപ്പുലേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഡോക്ടറിന് 6300ഓളം വരുന്ന ഒരു പോപ്പുലേഷൻ റേഷ്യോ ആണ് വന്നേക്കുന്നത്. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:40,000, ഒരു നേഴ്സിന് 40,000ഓളം. ഇത് ഏത് ടൈമിലാണ് ഹോസ്പിറ്റലിന്റെ ആ ഇൻഡിപെൻഡന്റ് ടൈമിന്റെ ടൈമില് വരുന്ന റേഷ്യോ ആണ്. പിന്നെ എന്താ പറയുക, ഡിസ്പെറിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ,
അതായത് അവിടേക്കൊക്കെ റൂറൽ ഏരിയസിലും അർബൻ ഏരിയയിലൊക്കെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. അറ്റ് ഇൻഡിപെൻഡൻസ് 11,000 ഹോസ്പിറ്റൽസ് പെട്ട് 7,400 ഹോസ്പിറ്റൽസ്. ആ ടൈമിൽ എന്താണ് 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400ഓളം ഹോസ്പിറ്റലിലൊക്കെ ഇൻഡിപെൻഡൻസിന്റെ ആ ടൈമില് അതിനോടൊപ്പം ശേഷം വന്നു തുടങ്ങി. സിൻസ് പാസ്റ്റ് 50 years കൺസെപ്റ്റ് ഓഫ് ടുഡേയ്സ് ഹോസ്പിറ്റൽസ്. അത് 50 വർഷങ്ങൾക്ക് അത് മുതല് എന്താണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഹോസ്പിറ്റൽ കൺസെപ്റ്റ്, ഇപ്പോഴത്തെ ആശയത്തോട് കൂടിയിട്ട് ഉള്ള ഹോസ്പിറ്റൽ, പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു പഴയ കൺസെപ്റ്റ് ഒക്കെ വിട്ട് കളഞ്ഞിപ്പോ രോഗം വരിക എന്നുള്ളത് ശുശ്രൂഷിക്കുക, അതിന്റെ ആധുനിക സൗകര്യത്തോടുകൂടി ശുശ്രൂഷിച്ച് നമുക്ക് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അത് ഞാൻ പറയുന്നത് സിൻസ് പാസ്റ്റ് 50 years അത്രയും വർഷങ്ങൾക്ക് ശേഷം അത് മുതല് അല്ലെങ്കിൽ 50 വർഷങ്ങൾ മുതല് എല്ലാം പിന്നിട്ടപ്പോൾ നമുക്ക് എന്തായി കൺസെപ്റ്റ് ഓഫ് ടുഡേയ്സ് ഹോസ്പിറ്റൽ, ഇപ്പോഴത്തെ രീതിയിലുള്ള ഹോസ്പിറ്റൽ സൗകര്യത്തിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇതും ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ അവയർനെസ് വരാൻ വേണ്ടിയിട്ടാണ്. ആ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ എന്തായി എന്നുള്ളതാണ്. ഓക്കെ, അതില് പറയുന്ന എന്താണ് ഡിസ്പേറ്ററി എന്ന് പറയുന്നത് അസമത്വം എന്നുള്ള മീനിങ് ആണ്. എന്ന് പറയുന്നത് ഡിസ്പെറിറ്റി എന്ന് പറയുന്നത് അസമത്വം. ഫെസിലിറ്റേറ്റ് ഇൻ അർബൻ ആൻഡ് റൂറൽ. അതായത് നമുക്കറിയാം അർബൻ അല്ലെ റൂറൽ ഏരിയാസിൽ കുറവും, അർബൻ ഏരിയാസിലൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ കൂടുതൽ ഹോസ്പിറ്റലൊക്കെ വന്നു തുടങ്ങി. പിന്നെയാണ് നമ്മൾ ഗ്രാമങ്ങളിലേക്ക്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് സെന്റർ എന്താണെന്ന് തോന്നുന്നു. ഇതില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ രീതിയിലുള്ള ഇപ്പൊ നമുക്കറിയാം ഓരോ ഗ്രാമങ്ങളിൽ വരെ എന്താണ് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, അവരുടെ ചെറിയ ചെറിയ ഇതുകളുണ്ട് അല്ലെ, സൗകര്യങ്ങളോട് കൂടിയ ഹെൽത്ത് സെന്ററുകളുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ് ഇപ്പൊ ഗ്രാമങ്ങളിലേക്കൊക്കെ റൂറൽ ഏരിയയിലേക്കൊക്കെ വ്യാപിച്ചു. അപ്പൊ അടുത്ത ഒരു ചാപ്റ്റർ അതായിരിക്കും നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ അതാണ്. അപ്പൊ അതിൽ കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററി പറഞ്ഞതാണ്. വീണ്ടും ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇന്ന് എടുത്തതിൽ നിങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ആക്കാം. അൺമ്യൂട്ട് അല്ലേ? ഹലോ, ഇപ്പൊ അൺമ്യൂട്ട് അല്ലേ? അസമത്വം, അതെ, ഓക്കെയാണ്. അസമത്വം എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങളുടെ മൈക്രോഫോൺ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ചാപ്റ്ററിൽ ഇന്ന് തുടങ്ങിയ ഫസ്റ്റ് ഒന്നും കൂടെ പറയുമോ? എനിക്കത് കുറച്ച് മിസ്സായി പോയി. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ ക്ലാസ്സിന്റെ അത് കഴിഞ്ഞ ക്ലാസ്സിലാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്നുകൂടി എന്തായാലും ഇത്തിരി ടൈമുള്ളതെന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് തുടക്കത്തിൽ പറയുന്നത് ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. അതെന്ന് പറയുന്നത് റിലീജിയസിന്റെ മതപരമായിട്ടുള്ള സേവനങ്ങളും ആചാരങ്ങളൊക്കെ ആയിരുന്നു. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻസ് ഓർ മെഡിസിൻ മെന്ന് ലേണിംഗ് ഫോർ സ്പിരിറ്റ്സ് ആൻഡ് മൈൻഡ് ബോഡി. പ്രീസ്റ്റ് അതായത് അതിലെ എന്താ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രീസ്റ്റ് തന്നെ, അവിടുത്തെ മതപരമായ ആചാരങ്ങളൊക്കെ നടത്തുന്ന ആ പുരോഹിതരാണ്. അദ്ദേഹം തന്നെ എന്താണ് അവരുടെ ആത്മീയമായിട്ടും അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ അല്ലെ മെഡിറ്റേഷനോ എന്തെങ്കിലും ഉറക്കത്തിനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ വിശ്രമത്തിനെ സപ്പോർട്ട് ചെയ്തോ ദൈവത്തിനോട് എന്താ പറയുക നമ്മൾ ആരാധിക്കുന്ന ദൈവവുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം ചെലവഴിച്ചൊക്കെ നമ്മുടെ രോഗത്തിനെ ഭേദമാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്
അവർ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതേമാതിരി തന്നെ എന്താ പറയുന്നത്, ഗെയിം അണ്ടർ ദ റൂളിംഗ് ക്ലാസ് വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അവർക്ക് അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് പ്രചോദനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ടെമ്പിൾസും ഹോസ്പിറ്റൽസും വേറെ ഓൾസോ അവരുടെ ഈ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ നടത്താനായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇതുകളും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ റൂളേഴ്സിന്റെ ഇതുകളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ രീതിയും ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇവർക്ക് വരും. അപ്പം അതേമാതിരി തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് എവിടെ, ഈ ടെമ്പിൾസിലൊക്കെ തന്നെയാണ്. അതായത് വേറെ പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ആ ടൈമിലില്ല. മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ് അതിന് ഫസ്റ്റ് പറയുന്നത് മെഡിസിൻസ് ആൻഡ് organized being first appeared 4000 years ago in the ancient region of Southeast Asia known as Mesopotamia. അതായത് മെസോപ്പൊട്ടേമിയ നമുക്കറിയാം പഴയ കാലഘട്ടത്തിലെ ഹിസ്റ്ററിയാണ്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഹോസ്പിറ്റലിൽ ശുശ്രൂഷ നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ ഫോളോ ചെയ്യാനായിട്ട് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പണ്ടത്തെ ആ ഭരണക്കാരുടെ എന്തെങ്കിലും ഒരു ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു അജണ്ടകൾ എന്നൊക്കെ പറയില്ലേ, പഴയ കാലത്തെ എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഇതുണ്ടാവും, എന്തെങ്കിലും ഒരു മേഖലയുണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു കോഡ് എന്ന് പറയുന്നത് കുമറാബി കോഡ്. ആ കോഡ് അങ്ങനത്തെ ഒരു കോഡാണ്. അതായത് ഇത്രയും ശിക്ഷാ നടപടികളോ എന്തെങ്കിലുമൊക്കെ വിവരിക്കുന്ന ഒരു കോഡാണ് എന്ത് കുമറാബി കോഡ് എന്ന് പറയുന്നത്. അതെന്താണ്, വാസ്ത റൂൾ ഓഫ് ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അത് തന്നെയാണ് ഇവർ ഫോളോ ചെയ്തത്. എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ, എന്തെങ്കിലും ഒരു രൂപരേഖ. അപ്പൊ ഇത് തന്നെ വെച്ചുകൊണ്ടാണ് ഇവര് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. ബാബിലോണിലെ എന്താണ് സുമർ എന്ന ആ ഒരു പ്ലേസിലാണ് ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാം അതിന്റെ കുറിപ്പടി അത് പഴയ കാലഘട്ടത്തിൽ ഇല്ല. അപ്പോ അത് ഉണ്ടാക്കിയത് ഈ കോഡിന്റെ ഒക്കെ ബേസിലാണ് ഇവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് ഉണ്ടാക്കിയത്. അത് എവിടെയായിരുന്നു എന്ന് പറയുന്നത് മെസോപ്പൊട്ടേമിയയിലെ പ്രധാന നഗരമായ ബാബിലോണിലെ സുമർ എന്ന പ്ലേസിലാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമാണ് ഇത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഗ്രീക്ക് ഹോസ്പിറ്റൽസ് പീരീഡ് ട്രീറ്റ്മെന്റ് വാസോൺ മാജിക് റിലീജിയന് റിച്വൽസ്. അതായത് അതിൽ മന്ത്രവാദികളും മന്ത്രവാദം അതല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നു അവരെ ഫോളോ ചെയ്തത്. അപ്പൊ പക്ഷെ വീണ്ടും ഒരു പേഴ്സൺ എടുത്ത് പറയുന്നുണ്ട്, ഹിപ്പോക്രാറ്റ്സ്. അദ്ദേഹം ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അദ്ദേഹം ഫാദർ ഓഫ് മെഡിസിൻ അംഗീകരിക്കുന്നതിനെ കുറച്ച് റീസൺസും കൂടി പറയുന്നത് യൂസ്ഡ് ലോജിക്കൽ. അദ്ദേഹം ലോജിക്കലായിട്ടാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. മെഡിസിൻ എന്ന് പറയുന്നത് ഒരിക്കലും റിലീജിയൻസ് മതപരമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾക്കറിയാലേ പഴയ കാലഘട്ടത്തിലെ കോപമാണ്, അത് ദൈവത്തിന്റെ കോപം കൊണ്ട് ഉണ്ടായതാണ്, അങ്ങനെയൊക്കെയുള്ള ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു പഴയ കാലഘട്ടത്തിൽ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഹിപ്പോക്രാറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എന്താണ് ഫാദർ ഓഫ് മെഡിസിൻ, ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് മെഡിസിനെ സമീപിച്ചത് കൊണ്ട് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നു. ദെൻ റോമൻ ഹോസ്പിറ്റലില് ഫസ്റ്റ് സെഞ്ചുറി BC the Roman was the first to make institutional care of the sick and the injured. അതായത് റോമൻ ഹോസ്പിറ്റലിലെ സിക്ക് നമ്മൾ വയ്യാത്ത അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് മുറിവൊക്കെ സംബന്ധിച്ചായിട്ടുള്ള വ്യക്തികൾക്കെല്ലാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കെയർ കൊടുത്തു തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പിളിലൊക്കെയാണ് നമ്മൾ സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു. വീണ്ടും റോമൻ ഹോസ്പിറ്റലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൗർണ്യം കൂടി, അതായത് ഒരു സ്ഥാപനത്തോട് കൂടിയിട്ട് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അതായത് അവർക്ക് പട്ടാളക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അവരുടെ മുറിവുകളും കാര്യങ്ങളും യുദ്ധങ്ങളൊക്കെ അവരുടെ പഴയ കാലഘട്ടത്തിൽ എപ്പോഴും ഉണ്ടാകും. അപ്പൊ അവരുടെ മുറിവുകൾ വെച്ച് കെട്ടാനൊക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സൗകര്യമൊക്കെയാണ് ആദ്യം നടത്തിക്കൊണ്ട് വന്നത്. ദെൻ അറേബ്യക് ഹോസ്പിറ്റൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the Roman military hospital and the few Christian hospitals were no match for the number, organization and the excellence of the Arabic hospitals. അതായത് ഹോസ്പിറ്റലുകൾ ഫോം ചെയ്തു. അപ്പൊ റോമൻ ഹോസ്പിറ്റലുകളും അതേമാതിരി തന്നെ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്തു വന്നു തുടങ്ങി. പക്ഷെ അതിനേക്കാളും അപ്പുറമായിട്ട് എന്താണ് അറേബ്യക് ഹോസ്പിറ്റലുകളൊക്കെ വളർന്നു വരാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നത്. അതായത് അവരുടെ നമ്പറേക്കാൾ ഈ എന്താ പറയുക റോമൻ ഹോസ്പിറ്റലിലാണെങ്കിലും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിന്റെ സ്ഥാപനത്തിനേക്കാളും അവരുടെയൊക്കെ എണ്ണത്തെക്കാളും അധികമായിട്ട് എന്താണ് അറേബ്യക് ഹോസ്പിറ്റലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരാനായിട്ട് തുടങ്ങി. നമുക്കറിയാം ലോകത്തിന് മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. റോമിനെ കുറിച്ച് ക്രിസ്ത്യൻസ് ഏതൊക്കെ പ്ലേസുകളെ കുറിച്ച് എന്നുള്ള വിവരണമുള്ള
അറേബിക് ആയിട്ടുള്ള പ്ലേസുകളിൽ അവരുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ് ക്രിസ്ത്യൻസിന്റെ ഹോസ്പിറ്റലിനേക്കാളും അല്ലെങ്കിൽ റോമൻ മെഡിക്കൽ ഹോസ്പിറ്റലിനേക്കാളും അധികമായിരുന്നു എന്നുള്ള കാര്യമാണ് അതിനകത്ത് വിവരിക്കുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ, നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോ that efficient hospitals were built in India by 600 BC. നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ വളർന്നു വന്നത് 600 BC-യോടുകൂടി ഡ്യൂറിംഗ് ദ ഗ്രിഗോറിയസ് റീജിയൻ ഓഫ് കിങ് അശോക, അതായത് കിങ് അശോകന്റെ സുവർണ കാലഘട്ടത്തോടനുബന്ധിച്ചൊക്കെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് മോഡേൺ ഹോസ്പിറ്റലോട് കൂടിയിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതേ ഫോളോഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻസ് വരും. അതായത് പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ശുചിത്വത്തിനും ഒപ്പം തന്നെ ശസ്ത്രക്രിയകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എന്താണ് അശോക കാലഘട്ടത്തിന്റെ ആ സുവർണ കാലഘട്ടത്തിലെ ഹോസ്പിറ്റലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്താണ് എന്താ പറയുന്നത് മോഡേൺ ഹോസ്പിറ്റൽസ് എന്നുള്ള വിശേഷം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഫിസിഷ്യൻസ് വെയർ അപ്പോയിന്റഡ് 1 for every 10 village to serve the health care need of the population. അതായത് ഓരോ every 10 വില്ലേജിന് വേണ്ടിയിട്ട് 1 person, 1 physician were appointed, 1 ഒരാള് ഫോർ എവരി 10 വില്ലേജ്, 10 വില്ലേജിനും കൂടിയിട്ട് ഒരു ഫിസിഷ്യൻ എന്നുള്ള കണക്കില് ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷനെ ആ ഒരു രീതിയിലേക്ക് കൈകാര്യം ചെയ്യാൻ വരെ നമ്മളുടെ ഇന്ത്യൻ ഹോസ്പിറ്റൽസിന് സാധിച്ചു. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫോം ആൻഡ് ദ destitute were built by Buddha. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് എന്താണ് നിരാലംബർക്കും അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവർക്ക് അല്ലെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ബുദ്ധൻ അവർക്കും കൂടി ശുശ്രൂഷാലയങ്ങളെല്ലാം തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് ഇതിൽ അതാണ് പറഞ്ഞത്. ഓരോരോ പഴയ കാലഘട്ടമാണ്, നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനില്ല എന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഓക്കെ മിസ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററിയാണ്, അപ്പോ കുറച്ച് കാര്യങ്ങൾ പക്ഷെ നമ്മൾ അറിഞ്ഞു വെക്കുക. ആഴത്തിലേക്ക് ഇവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല, എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെ നമ്മുടെ നാടുകളിലേക്ക് വരികയാണെങ്കിലും ഇതിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ച്, അതായത് അടുത്ത ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അടുത്ത ചാപ്റ്റർ ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് തേർഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ എടുത്തോ എങ്ങനെയാ ഹെൽത്ത് കെയർ സിസ്റ്റം? ഇല്ലല്ലേ? മറ്റു ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ഇല്ലാത്തത്. അതിലും ഇതൊക്കെ തന്നെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം അതും കൂടി ഒക്കെ ആവുമ്പോഴേക്കും അതിന്റെ ബേസിക് കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓരോരോ എല്ലാ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് മൊത്തം എടുത്തു എന്ന് പറയുന്നത്. അതില് ഇതിന്റെ ഒരു ചെറിയ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലേ, ആയുർവേദ, യുനാനി അടുത്തുകളെ മിസ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും ഇതൊക്കെ തന്നെയാണ് കുറച്ച് അവൈലബിൾ. അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതിന്റെ ആയുർവേദത്തിന് യുനാനി അല്ലാതെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മുടെ വൈദ്യുതി. അപ്പൊ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ എന്തെങ്കിലും ക്ലിയർ ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ സ്പീഡിൽ പോയിട്ട് ആർക്കും മനസ്സിലാവാതെ പോകുന്നുണ്ടോ? കുറെ പേര് എന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നെയിം സോളി SOLY, പേര് സോളി എന്നാണ്. SOLY. എല്ലാവരും കുറെ പേരൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഇതില്. കുറെ പേര് വീട്ടില് എന്താ പറയുക, ഇത്രയും മന്ത് നമ്മള് കുറച്ചും കൂടി ഒരു ഏത് സർട്ടിഫിക്കറ്റിലും അഡീഷണൽ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടിയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി എന്താ പറയുക ജോലിയിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഒപ്പം മനസ്സിലായി പോവുകയും ചെയ്യുക. നിങ്ങൾ എല്ലാം കൂടി കൂട്ടി വെക്കേണ്ട. ഓരോന്നും എന്താ പറയുക, PDF പരമാവധി നിങ്ങൾ PDF എടുത്ത് വെക്കാന്നാണ് ഞാൻ പറയാ. കാരണം ക്ലാസ് എടുക്കുമ്പോൾ ആരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക മീനിങ്സ് ഒക്കെ അതിനുള്ളിൽ ഇതിൽ കൂടി ക്യാച്ച് ചെയ്തിട്ട് ഇത് വെക്കുമ്പോൾ കുറച്ചുകൂടി നാളെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ?
നമുക്കിനി എടുക്കേണ്ടത് നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ വരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ബാക്കി പോർഷൻസ് ഒക്കെ കുറെ എല്ലാ ടീച്ചേഴ്സും ഗൂഗിൾ ചെയ്ത് എടുത്തോളും. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒരു വെന്റിലേറ്റർ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പരമാവധി ഓപ്പറേഷൻ തിയേറ്ററിൽ ക്ലാസ് എടുക്കാം. ഓക്കെ, മിസ് എന്നൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. എക്സാമിന് ഒരൊറ്റ പേപ്പറാണോ അത് ടീച്ചർ വൈസ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണോ എക്സാം? അല്ല, ടീച്ചർ വൈസ് പേപ്പേഴ്സ് അല്ല. പേപ്പേഴ്സ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഞങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ടീച്ചേഴ്സ് അത് എടുക്കുന്ന ഇത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ എക്സാമുകൾ ഇപ്പൊ പേപ്പർ വണ്ണൊക്കെ ആണെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള പേപ്പർ വണ്ണിന്റെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് എക്സാം. നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള പേപ്പർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് പരീക്ഷ. അപ്പൊ അതിലെന്തായാലും ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും കൂടി ഒന്നിച്ച് ഒന്നിച്ചുകൊണ്ടായിരിക്കും പരീക്ഷിക്കേണ്ടത്. പിന്നെയും മോഡൽ തരും നിങ്ങൾക്ക്. ഫൈനൽ എക്സാമിന് എങ്ങനെയാണ് വരുന്നതെന്നുള്ള മോഡൽ എന്തായാലും മോഡൽ വീണ്ടും പരീക്ഷ ഉണ്ടാകും. ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി എന്തെങ്കിലും മൊഡ്യൂൾ വൈസ് ആയിട്ടാണോ നിങ്ങൾക്ക് പേപ്പർ വൈസ് മൊഡ്യൂൾ വൈസും പേപ്പർ വൈസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്നേക്കാൾ കൂടുതൽ ടെക്നിക്ക് അതായത് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിഷ മാം നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടാവും ഇല്ലേ? നിഷ മാം തന്നില്ലായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? എന്താ ക്ലിയർ ആയില്ല, എല്ലാവരും കൂടി ആയതുകൊണ്ട് ക്ലിയർ ആയില്ല. നിഷ മാം ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചിട്ട് എന്തായാലും തന്നിരിക്കും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞോളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഡൗട്ട്. എനിവേ നിങ്ങൾ മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്താൽ ക്ലിയർ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? വേറെ ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, ബൈ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you. Thank you.